ഹായ് ടീം, അപ്പോൾ നമ്മുടെ വിൽഫ്രണ്ടിന്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മളിതാ വീണ്ടും ഒരു അടിപൊളി ഇനോവ കൊണ്ടുവന്നേക്കണേ. ഇത് 2014 മോഡൽ വണ്ടിയാണ്. 2014 സിൽക്കി ഗോൾഡ്. അറിയാലോ, ഇനോവകളിൽ ഏറ്റവും ഡിമാൻഡ് ഉള്ള ഒരു കളറാണ് സിൽക്കി ഗോൾഡ് എന്ന് പറഞ്ഞ കളർ. അതിൽ 7 സീറ്റർ വണ്ടിയാണ്. നമ്മൾ ഫാമിലി ആയിട്ട് ഉപയോഗിക്കുന്ന, ഇവിടേക്ക് നമ്പറായിട്ട് 2 വർഷത്തോളമായി. അപ്പോൾ ഫാമിലി ആയിട്ട് ഉപയോഗിക്കുന്ന നല്ല അടിപൊളി വണ്ടിയാണ്. നല്ല ലോയിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ബെസ്റ്റ് വണ്ടിയാണ്. അപ്പോൾ ഈ വണ്ടിയുടെ ഡീറ്റെയിൽ ആണെന്ന് പറയാൻ പോണത്. നമ്മൾ നിൽക്കുന്ന സ്ഥലം തൃശ്ശൂരാണ്. തൃശ്ശൂർ കുറുക്കഞ്ചേരിയാണ്. നല്ല ക്വാളിറ്റി വണ്ടികൾ കൊണ്ടുവരാറുള്ളൂ. 7 സീറ്റർ നല്ല ക്വാളിറ്റി വണ്ടി, ഫോഗ് ലാമ്പ് ഒക്കെ ചെയ്ത് നല്ല വണ്ടിയാണ് നിങ്ങൾക്ക് തരാൻ പോണേ. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇനി വണ്ടിയിലേക്ക് പരിചയപ്പെടാം. സിൽക്കി ഗോൾഡ് ആണ് വണ്ടി. ഇവിടെ നമുക്ക് നമ്പറായിട്ട് 2 വർഷത്തോളം നമ്പർ ആയിട്ടുണ്ട് വണ്ടി. സെക്കൻഡ് ഓണർഷിപ്പിലാണ് നിൽക്കണേ. ഒരു റീപ്ലേസോ അങ്ങനത്തെ ഒരു പ്രോബ്ലം ഇല്ല. മേജർ ആയിട്ട് ഒരു റീപ്ലേസും കാര്യങ്ങളും ഇല്ല. നമുക്കറിയാം, റീ രജിസ്ട്രേഷൻ വണ്ടിയാണ്. അപ്പൊ ഇത് ബോംബെ വണ്ടിയായിരുന്നു. ഇപ്പൊ അവിടുന്ന് നമ്മൾ തന്നെ ഉപയോഗിക്കുന്ന വണ്ടിയാണ്. അപ്പൊ നമ്മളൊരു കൊടുക്കാന്ന് വിചാരിച്ചു. നമ്മളിതിന് അലോയ് വീലും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട്. അത് നമ്മൾ ജസ്റ്റ് ഇപ്പൊ വാഷിങ് കാര്യങ്ങൾ, ഇപ്പൊ കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും വണ്ടി ഇപ്പൊ തന്നെ ഫോണിൽ കാണുമ്പോൾ അറിയാലോ, ക്യാമറയിൽ കാണുമ്പോൾ നല്ല നീറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ അലോയ് വീലും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഒരു 10-70% ടയറോൾ ഉണ്ട്. വിത്ത് സ്റ്റെപ്പിന് കിടക്കുന്നുണ്ട്. നല്ല അടിപൊളി ടയറോൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഡ്രമ്മ് നമ്മൾ റെഡ് കളർ പെയിന്റ് ഒക്കെ ഡ്രമ്മിൽ നമ്മൾ അടിച്ചിട്ടുണ്ട്. നോക്കി, വണ്ടി ക്വാളിറ്റി കറക്റ്റ് ആയിട്ട് നോക്ക്. ഒരു റീപ്ലേസും ഇല്ലാത്ത വണ്ടി. KL 45ലേക്ക് നമ്പർ ആയേക്കണം. ആൻഡ്രോയിഡ് സ്റ്റീരിയോ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അടിപൊളി ആൻഡ്രോയിഡ് സ്റ്റീരിയോ, അതുപോലെ തന്നെ നല്ല അടിപൊളി HD ക്യാമറ വെച്ചിട്ടുണ്ട്. 2.5G ആണ് കേട്ടോ ഈ വണ്ടി വരുന്നത്. ഇനി നമുക്ക് ഈ സൈഡൊക്കെ നോക്കിക്കോ. ഒരു റീപ്ലേസ് ഇല്ല. ടയറോളൊക്കെ ഉണ്ടോ? നല്ല ടയറോളാണ് കണ്ടോ. ഇവിടേക്ക് വാ. മേജറായിട്ട് ഒരു തട്ടലും മുട്ടലും കാര്യങ്ങളൊന്നും ഇല്ല. വണ്ടി നമ്മൾ പ്രൈവറ്റ് ആയിട്ടാണ് സർവീസ് ചെയ്യണേ. നമുക്ക് നമ്മുടെ മുന്നിൽ നല്ല അടിപൊളി വർക്ക്ഷോപ്പ് ഉണ്ട്. ഷോറൂമിൽ ചെയ്യുന്നതിനേക്കാളും ബെസ്റ്റ് ക്വാളിറ്റി കാസ്ട്രോളിന്റെ ഓയിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. എല്ലാവരും വിചാരം കമ്പനി സർവീസ് വണ്ടികൾ മാത്രം നല്ല വണ്ടികളുള്ളതാണ്. കമ്പനി സർവീസ് വണ്ടികളല്ല. പുറത്തെ വണ്ടികൾ എടുക്കുമ്പോൾ കമ്പനി സർവീസ് ആണ് നല്ല സർവീസ് ആണോ എന്നല്ല, സർവീസ് ഏതാ ബെസ്റ്റ് സർവീസ് ആണെന്ന് നോക്കാം, അത്രേ ഉള്ളൂ. നമുക്ക് എഞ്ചിൻ റൂം കാര്യങ്ങളും കാണിച്ചു തരാം. പിടിക്കുക. നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എഞ്ചിൻ റൂമോ വണ്ടിയോ ക്ലീൻ ചെയ്യുന്ന പരിപാടികളൊന്നും ഇല്ല കേട്ടോ. എല്ലാം നല്ല ലൈവായിട്ടാണ് നമ്മുടെ മുന്നത്തെ വീഡിയോയിലും കാണിച്ചു തന്നേക്കണേ. കണ്ടോ, പിന്നെ സ്റ്റീലും കാര്യങ്ങളും കാണിച്ചു കണ്ടോ. കണ്ടോ, ഇവിടേക്കാണ് നോക്കാം. വണ്ടി എടുക്കുമ്പോൾ വെറുതെ ഇങ്ങനെ നോക്കിയിട്ട് പോയിട്ട് കാര്യമില്ല. കണ്ടോ, ക്ലിയർ ആയിട്ട് നോക്കാം. സെക്കൻഡ് ഞാൻ ഒന്ന് ക്ലാരിറ്റിയിൽ എടുക്കട്ടെ കേട്ടോ. ഫോക്കസ് ആവണില്ല ചേട്ടാ. ഈ സൈഡൊക്കെ ഉണ്ടോ? ഇതാണ് എപ്രോൺ സൈഡ്. ഈ സൈഡൊക്കെ നമ്മൾ നോക്കാം. വെറുതെ ഇങ്ങനെ ആളുകൾ പറയുന്നതായിട്ട് പോയിട്ട് വണ്ടി എടുക്കല്ല. വണ്ടി നോക്കുമ്പോൾ അത്യാവശ്യം നോക്കി എടുക്കുക. ഇത് ഞങ്ങൾ ഫാമിലിക്ക് വേണ്ടിയിട്ട് നോക്കി അന്ന് എടുത്തിട്ടുള്ള വണ്ടിയാണ്. അപ്പൊ അതുപോലെ നമുക്ക് അറിയാലോ, പ്രത്യേകിച്ച് ഞങ്ങൾ ഫാമിലിക്ക് നോക്കി എടുക്കുമ്പോൾ അതുപോലെ നോക്കിയിട്ട് എടുക്കുള്ളൂ. കണ്ടു, സീലും കാര്യങ്ങളൊക്കെ നോക്ക്, ഇവിടെ ഒക്കെ നോക്ക്. ഉണ്ടോ? അതുപോലെ ക്രോസ് ബാർ ഒക്കെ ഉണ്ടോ? ഒരു പ്രോബ്ലം ഇല്ല വണ്ടി. അതായത് ഇടിച്ചിട്ടില്ല വണ്ടി. അങ്ങനെ മേജർ ആയിട്ട് ഒരു പരിപാടിയും വന്നിട്ടില്ല. പിന്നെ ഈ വണ്ടി എന്ന് പറയുന്നത് ടൈപ്പ് 4 തന്നെയാണ്. 2014 തൊട്ടിട്ട് ഇനോവയുടെ അവസാനത്തെ മോഡൽ ടൈപ്പ് 4 തന്നെയാണ് വണ്ടി വരുന്നത്. കണ്ടോ, ഇതിന്റെ ഇതുപോലും പോയിട്ടില്ല. ഇതൊക്കെ ഒറിജിനൽ ബോണറ്റാണ്. ടയോട്ടയുടെ അന്നത്തെ ഒറിജിനൽ ബോണറ്റാണ്. കണ്ടോ, 2014 തന്നെയാണ് എല്ലാ ഗ്ലാസും വരുന്നത്. ടയറോളൊക്കെ കണ്ടില്ലേ. സിൽക്കി ഗോൾഡ് കളറാണ് കേട്ടോ. അത് നിങ്ങൾ ശരിക്കും നല്ല വെയിലത്തേക്ക് പോണ സമയത്ത് ശരിക്കും ഗോൾഡ് ഷൈനിങ് ഇതിന് വരും. നമ്മളിപ്പോൾ 2 വർഷത്തോളമായിട്ട് ഇവിടെ ഉപയോഗിക്കുന്ന വണ്ടിയാണ്. ആൻഡ്രോയിഡ് സ്റ്റീരിയോസ് ഒക്കെ വെച്ച് നല്ല നീറ്റായിട്ടാണ് കേട്ടോ. ഇന്റീരിയർ ഒക്കെ ഈ ഏരിയ ഒക്കെ നോക്കാം. റൂഫൊക്കെ നോക്കാം, ക്ലീനിങ്. കാരണം റൂഫൊക്കെ റഫായിട്ട് ഉപയോഗിക്കുന്ന വണ്ടിയാണെങ്കിൽ എത്ര ക്ലീൻ ചെയ്യാൻ കൊടുത്താലും ഒരു പരിധിക്ക് മേലെ റൂഫ് ക്ലീൻ ആവില്ല. കണ്ടാ, എന്നിട്ട് പോലും ഇത്ര ക്ലീനിൽ ഇരിക്കുന്നുണ്ടല്ലോ. ടൈപ്പ് 7 സീറ്റർ ആയ കാരണം കൊണ്ട് ക്യാപ്റ്റൻ സീറ്റാണ് വന്നിരിക്കുന്നത്. നല്ല ഫാമിലി ആയിട്ടാണ് നമ്മളത് ഉപയോഗിക്കുന്ന വണ്ടി. കണ്ടോ, ഈ ഏരിയയിലൊക്കെ നോക്കി. ഡിക്കി വേണമെങ്കിൽ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഇവിടെ കണ്ടോ.
നല്ല നീറ്റായിട്ട് ഉപയോഗിച്ചേക്കുന്ന വണ്ടിയാണ്. 2.5 G4 2.5 തന്നെയാണ് വരുന്നത് ഇന്നോവയിൽ എല്ലാത്തിലും. G4 ആണ് വരുന്നത്. ഒരു കംപ്ലൈന്റും ഒരു പ്രോബ്ലങ്ങളും ഇല്ലാത്ത വണ്ടിയാണ്. ഓക്കെ, ഇനി നമ്മുടെ വേറെ ഇതിന്റെ 2014 ഇനി 2015 ഒരു ഗ്രേ നമ്മുടെ ഇരിക്കുന്നുണ്ട്. അതും ബെസ്റ്റ് വണ്ടിയാണ്. അതൊരു റീപ്ലേസും ഇല്ലാത്ത നല്ല അടിപൊളി നല്ല മെഷീനാണ്. നിങ്ങൾ വന്ന് നോക്കാം, നമ്മൾ പറയുന്നത് നോക്കുന്നു വേണ്ട, നിങ്ങൾ വന്ന് നോക്കാം. ടയോട്ട വണ്ടി ഓടിച്ചു വെക്കുന്നതാണ് നിങ്ങൾ എല്ലാവരും. കാലുമ വെക്കുമ്പോൾ തന്നെ അറിയാം അതിന്റെ ക്വാളിറ്റി. റീപ്ലേസ് ഒന്നും ഇല്ലാത്ത നല്ല വണ്ടി തന്നെയാണ്. അതും അതിന്റെ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ ഇപ്പൊ അത് KL നമ്പർ ആയിട്ടുണ്ട്. ഞാൻ അതിന്റെ ഫോട്ടോസ് ഇപ്പൊ ഈ പറയുന്നതിന്റെ കൂടെ ഇതിന്റെ സൈഡിൽ കാണിക്കുന്നുണ്ട്. ആ വണ്ടിയും നമ്മുടെ അവൈലബിൾ ആണ്. അപ്പൊ ആ വണ്ടിയുടെ റേറ്റും കാര്യങ്ങളും നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് വിളിക്കുക. കോണ്ടാക്ട് ഈ കമന്റ് ബോക്സിൽ തന്നെ പറയാൻ ഡയറക്റ്റ് വിളിക്കുക. അപ്പൊ ആ വണ്ടിയുടെ ഡീറ്റെയിൽ നിങ്ങൾക്ക് വന്ന് കാണാൻ പറ്റും കേട്ടോ. തൃശ്ശൂർ തന്നെ 2015 ഇന്നോവ എടുക്കുന്നുണ്ട്. ഇത് 2014 കേട്ടോ വണ്ടി. ഓക്കെ ടീം, അപ്പൊ നമ്മൾ ഇതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളും പരിചയപ്പെട്ടു കേട്ടോ. ഒരു വണ്ടികൾ ക്രൈസുള്ള ആൾക്കാരായ കാരണം കൊണ്ടും വണ്ടി അത്ര നീറ്റായിട്ടാണ് കൊണ്ടു നടക്കുന്നതും ഉപയോഗിക്കുന്നതും സർവീസ് കാര്യങ്ങൾ ചെയ്യുന്നതും. അപ്പൊ ഇതാണ് ഡീറ്റെയിൽ. ഇനിയിപ്പോ വണ്ടിയുടെ വിലയും കാര്യങ്ങളും സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് അങ്ങനെ വലിയ വിലയൊന്നും പറയുന്നൊന്നുമില്ല. നമ്മളെന്ന് വെച്ചാൽ തീരെ ഈ മലപ്പുറം കോഴിക്കോടൊക്കെ പറയണ പോലെ അത്ര കുറച്ചും പറയണില്ല. കാരണം നമുക്കറിയാം തൃശ്ശൂർ എറണാകുളമൊക്കെ നല്ല ക്വാളിറ്റി വണ്ടികൾ കിട്ടണമെങ്കിൽ പുറത്ത് പോയിട്ട് നിങ്ങൾ വണ്ടി എടുക്കുമ്പോൾ നല്ല ക്വാളിറ്റി വണ്ടികൾ കിട്ടണമെങ്കിൽ പൈസ തന്നെ കൊടുക്കണം. ഈ 2 ലക്ഷം 3 ലക്ഷം 4 ലക്ഷത്തിനൊക്കെ വണ്ടി കിട്ടും. അത് ആ വണ്ടിയുടെ ക്വാളിറ്റിക്ക് അത്രേ ഉണ്ടാവുള്ളൂ. ഞാൻ പറയണത് അത്ര ജെന്യൂൻ ആയിട്ടാണ് പറയണത്. അപ്പോൾ ഇതിന്റെ റേറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന റേറ്റ് 8.4 ആണ്. നമുക്കറിയാം KL നമ്പർ ആക്കിയിട്ടുള്ള ആ വണ്ടിയാണ്. നിങ്ങൾക്ക് ഇൻഷുറൻസ് ഉണ്ട് വണ്ടിക്ക് ഓൾറെഡി. അപ്പോൾ ഇൻഷുറൻസും ഈ എല്ലാം ഒന്നും ചെയ്യാനില്ല. അലോയൊക്കെ ചെയ്ത് G4 അലോയൊന്നും വരുന്നില്ല. അലോയൊക്കെ ചെയ്ത് ക്രോം ആക്സറീസ് ഒക്കെ നമ്മൾ അത്യാവശ്യം എല്ലായിടത്തും കയറ്റിയിട്ടുണ്ട്. Type 4 തന്നെയാണ്. ബാക്ക് നമ്മൾ ഈ സെഡ് പോലെ ബാക്കിലത്തെ ബമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. 2 വർഷത്തോളമായിട്ട് നമ്മൾ KL നമ്മൾ ഫാമിലി ഉപയോഗിക്കുന്ന വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ്. 8.4 ലക്ഷമാണ് നമ്മൾ ആസ്കിംഗ് പ്രൈസ്. ഇത് വലിയ നെഗോഷ്യബിൾ അല്ല. ചെറിയ തോതിൽ നമുക്ക് ഡയറക്റ്റ് സംസാരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ശരിയാക്കാം കേട്ടോ. ഇതാണ് വണ്ടി. പിന്നെ 2015 മോഡൽ വണ്ടിയുടെ കഥ ഞാൻ പറഞ്ഞല്ലോ. അതും ഫോട്ടോസ് ഞാൻ കാണിക്കാം, വീഡിയോസ് ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന് നമുക്ക് വേറെ കാര്യം പറയുന്നത്, ഇത് നമുക്ക് ലോൺ സൗകര്യങ്ങൾ ഉണ്ട് കേട്ടോ. ഇത് നമുക്ക് ലോൺ ചെയ്യാം. നല്ല സിബിൽ സ്കോർ ആയിട്ട് വരുന്ന ആൾക്കാർക്ക് നമുക്ക് അത്യാവശ്യം എമൗണ്ട് ഇതിൽ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിന്റെ RC ബുക്ക് നമ്മുടെ ഉള്ള കാരണം ലോൺ ചെയ്യാൻ പറ്റും. മറ്റു വണ്ടിയിലുള്ള ഒരു 15 വണ്ടി പറഞ്ഞില്ലേ, 15 വണ്ടിയിലും നമുക്ക് ലോൺ ചെയ്യാം. പക്ഷെ അതിൽ നമുക്ക് RC ബുക്ക് ഒരു മാസം പിടിക്കും RC ബുക്ക് വരാൻ. അതിന്റെ ഒരു ഡിലേ ഉണ്ട്. എന്നാലും നമുക്ക് അതിലും ലോൺ ചെയ്യാം. 15 വേണവരും ബന്ധപ്പെടാം. ഇത് 2014 സിൽക്കി ഗോൾഡ് വേണവരും ബന്ധപ്പെടാം കേട്ടോ. 8.4 ലക്ഷം രൂപ പറയാനുള്ളൂ. നല്ല ക്വാളിറ്റി വണ്ടിയിലാണ്. താങ്ക് യു.